കറുത്ത പുള്ളി, കറുത്ത ഷെയ്ഡ് ശുക്രമണ്ഡലത്തിൽ വന്നാൽ കല്യാണം കഴിക്കാത്തവരാണെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ചേ കല്യാണം കഴിക്കാവൂ. പങ്കാളി വടിയിട്ടിട്ട് പോകും. ഹൃദയരേഖ പാമ്പ് പോലെ കിടക്കും. അങ്ങനെയൊന്നും കിടക്കുന്നില്ല അവിടെ, അങ്ങനെ നോക്കിയൊന്നും വേണ്ട. പാമ്പ് പിന്നെ പാമ്പ് പോലെ വളഞ്ഞു കിടക്കുന്നവരെ സ്വപ്നത്തിൽ പോലും വിശ്വസിക്കില്ലെന്നാണ്. ഈ ഒരൊറ്റ വിരല് കണ്ടാൽ മതി നമുക്കൊരാളിനെ മനസ്സിലാക്കാൻ പറ്റും. തമ്പ്. അവൻ ബുദ്ധിയില്ലാത്തവനാണ്, അവിവേകിയാണ്. അവിവേകി എന്ന് പറഞ്ഞാൽ ഈ പെരുവിരൽ ഗതാരൂപത്തിൽ ഇരിക്കുന്നവൻ്റെ കൂടി കൂടുതൽ ഉടക്കാൻ പോവല്ലേ. ക്രിമിനലാണ്. നിങ്ങൾ ജയിലിൽ കിടക്കുന്ന, ഈ കൊലപാതകം ചെയ്തിട്ട് കിടക്കുന്ന, നമ്മളൊക്കെ ഇങ്ങനെ ചെറുപ്പത്തിലേ പറയില്ലേ ഇവിടുത്തെ ഈ വര കണ്ടിട്ട് എത്ര കുഞ്ഞുങ്ങളുണ്ടാവും, ആ കുഞ്ഞുങ്ങൾ എത്ര എണ്ണം ഉണ്ടാവും. ആ ചെറിയ ഒരു രേഖയും കിടക്കുകയാണെങ്കിൽ അവൾ ഒരുത്തരെ തേച്ചിട്ട് പോകും. മനസ്സിലായില്ലേ? കല്യാണം എന്നേ ഉള്ളൂ. അതിവിടെ എഴുതി വെച്ചിരിക്കാണ്. ചില കൈകൾ കാണുമ്പോൾ നല്ല ഇസ്തിരി പറ്റിയായിട്ടാണ് വന്നു. നമുക്ക് മിണ്ടാതെ ഇരിക്കാൻ പറ്റുമോ? നമ്മളെ കൈ കൊണ്ട് നമുക്ക് പറയാൻ പറ്റുമോ? വെളുത്ത പുള്ളിയെ വലയം ചെയ്ത് ചതുര അടയാളം വരികയും ചെയ്താൽ നിങ്ങൾക്ക് ലോട്ടറി അടിക്കും. അത്ര അക്യുറേറ്റ് ആയിട്ടൊക്കെ അറിയാൻ പറ്റുമോ? ഡ്രൈവർ, ഭർത്താവ് ഡ്രൈവറാണ്, ഭാര്യ ഞാൻ ഓട്ടിക്കില്ല, ഞാൻ ഒന്നിനുമില്ല, നിങ്ങൾ വേണമെങ്കിൽ ഓട്ടിക്കുക എന്ന് പറഞ്ഞാൽ കുറേ നേരം ഓടി അവൻ തളരും, എവിടെയെങ്കിലും മരത്തിൻ്റെ വീട്ടിൽ ഒതുക്കിയിട്ടിട്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് ഭാര്യയും കൂടി സപ്പോർട്ട് ചെയ്യുന്നവളാണെങ്കിലോ, ചേട്ടൻ ഇപ്പുറത്തിരിക്കണം, ഞാൻ കുറച്ച് ദൂരം ഡ്രൈവ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീടിൻ്റെ, അതുകൊണ്ടാണ് പങ്കാളി എന്ന് പറയാൻ കാരണം. നമ്മൾ ജീവിതയാത്ര എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാലദൈർഘ്യം നിൽക്കുന്ന ബന്ധമാണ് ഭാര്യ പത്രബന്ധം. അതിൻ്റെ അത്ര വലിയ ബന്ധം ഇല്ലെന്നാണ് ഞാൻ പറയണേ. മനസ്സിലായില്ലേ? അച്ഛനും അമ്മയും നമുക്കുണ്ട്. ഒരു നിശ്ചിത പീരീഡ് കഴിയുമ്പോൾ അച്ഛനും അമ്മയും പോവും നമ്മളെ വിട്ടിട്ട്. മക്കളുണ്ട്. മക്കളൊരു നിശ്ചിത പീരീഡ് കഴിയുമ്പോൾ മക്കളെ രീതിയിലേക്ക് തിരിയും. പിന്നെ 2 പേര് മാത്രമേ അവശേഷിക്കുകയുള്ളൂ. അതാണ് ഭാര്യയും ഭർത്താവും. അതുകൊണ്ടാണ് പൊരുത്തം നോക്കണം, അതുകൊണ്ടാണ് ശ്രദ്ധിച്ച് ചെയ്യണം. ഇത്രയും കാലം കൊണ്ടുപോകാനുള്ളതാണ്. ഒരു മിനിമം ഒരു 50 വർഷമെങ്കിലും, 1/2 നൂറ്റാണ്ടെങ്കിലും കൂടെ കൊണ്ട് നടക്കാനുള്ളത് കൊണ്ടാണ് ജീവിത പങ്കാളി എന്ന് പറയാൻ കാരണം. അപ്പോൾ പങ്കാളിയുടെ അവസ്ഥ എന്താണ്? കയ്യിലെഴുതി വച്ചിക്കും. കറുത്ത പുള്ളി, കറുത്ത ഷെയ്ഡ് ശുക്രമണ്ഡലത്തിൽ വന്നാൽ കല്യാണം കഴിക്കാത്തവരാണെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ചേ കല്യാണം കഴിക്കാവൂ. കാരണം പങ്കാളി വഴിയിട്ടിട്ട് പോകും. പങ്കാളി വഴിയിട്ടിട്ട് പോകും. കാരണം അങ്ങറ്റം വരെ ബന്ധം നിൽക്കാതെ വരും. അപ്പോൾ അതിന് നമ്മൾ ശ്രദ്ധിച്ച് പ്രായച്ചിത്തം ചെയ്ത് അതിന് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കും. അപ്പം നമുക്കൊരു വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു പ്രപ്പോസൽ വരുമ്പം എടുത്ത് ചാടി വീഴുന്ന ചെയ്യൂല, വളരെ ആലോചിച്ചിട്ടേ ചെയ്യുള്ളൂ. അപ്പൊ അത് നോക്കിക്കൊണ്ട് പോകുന്ന ഒരു ദാമ്പത്യ ബന്ധവും വഴിയിലാവൂല. പൊരുത്തം നോക്കും, പൊരുത്തമുണ്ട്. 10 പൊരുത്തമുണ്ട്, 8 പൊരുത്തമുണ്ട്, 80% ഉണ്ട്, നടത്തിക്കൊള്ളൂ. ഞാനടക്കം ജ്യോത്സ്യന്മാർ പറയും. മനസ്സിലായില്ലേ? പെണ്ണെ കെട്ടിച്ചുവിടും. പെണ്ണ് പോണത് പതുക്കെ ആണ്. എല്ലാവരെയും തൊഴുത് ഫോട്ടോ ഒക്കെ എടുപ്പ് കഴിഞ്ഞ് പതുക്കെ തൊഴുത് കരഞ്ഞ് വിളിച്ച് എല്ലാവരെയും കാലിലൊക്കെ തൊട്ട് തൊഴുത് ഒക്കെയാണ് പോണത്. വലിയ 20 കിലോമീറ്റർ സ്പീഡിലാണ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോണേ. വണ്ടി 100 എന്ന് പറഞ്ഞ് പോകില്ല, ഭാര്യയും കൊണ്ട് പോണ വണ്ടി പതുക്കെ പോവുള്ളൂ. ആളുകളെ കാണിച്ച് മുമ്പ് പൂവൊക്കെ വെച്ച് അലങ്കരിച്ച് ഞാൻ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. അതെങ്കിലും നോക്കിയാൽ ഇവർ രണ്ടുപേരും കാണത്തക്ക രീതിയിൽ, ഭയങ്കര സ്പീഡിൽ പോയാൽ കാണാനും പറ്റില്ല. അപ്പോൾ ആ രീതിയിൽ വണ്ടിയും കൊണ്ട് പോകും. പെണ്ണ് തിരിച്ചു വരണതോ 120-ലാണ് തിരിച്ചു വരുന്നത്, അവിടെ അടി ഉണ്ടാക്കിയിട്ട്. കാരണം നിൽക്കാൻ പറ്റൂല. കാരണം ഈ ജാതക പൊരുത്തം നോക്കിയിട്ട് അപ്പം ഈ പൊരുത്തം ഉണ്ടോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? അതിന് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു വഴി 2 പേരെയും കൈ കിട്ടിയാൽ മതി. ഇപ്പം നിങ്ങളെ കെട്ടാൻ പോണ ഒരാളുടെ പങ്കാളിയുടെ കൈ ഉണ്ട്. യവൻ ഏത് കാറ്റഗറിക്കാരനാണ്? യവൻ ഭാര്യയെ നോക്കുവോ? യവൻ ഭാര്യയെ സംരക്ഷിക്കുന്നവനാണോ? യവന്റെ ക്യാരക്ടർ എന്താണ്? യവൻ ഏത് ജാതി കൈയാണ്? യവളെ ജാതി കൈയുമായിട്ട് ചേരുന്നതാണോ? ഇത് രണ്ടും അറിഞ്ഞിട്ട് നമ്മൾ കെട്ടുകയാണെങ്കിൽ ഒരു രീതിയിലും പേടിക്കണ്ട. അപ്പൊ ദൈവം എന്ത് എളുപ്പത്തിന് വേണ്ടിയിട്ട് എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്, നമുക്ക് എഴുതി വെച്ചിരിക്കുകയാണ്. ഒരു തുറന്ന പുസ്തകം പോലെ എഴുതി വെച്ചിരിക്കുകയാണ്. ഇതിനെ ഒളിക്കാനൊന്നും പറ്റൂല. ശരിയാണ്. ഒളിക്കാൻ പറ്റുമോ? നമ്മൾ ഒരാളിന് ഒരു ഷേക്കൻഡ് കൊടുത്തു, ഈ കൊടുക്കുന്ന മാത്രമേ തന്നെ ഇവരാരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇവരോട് സഹകരിക്കുന്നോ, ഇവര് തരികടയാണോ അല്ലയോ എന്നറിയാം. എന്നിട്ട് നമുക്ക് അവരുമായിട്ട് മീറ്റ് ചെയ്തിട്ട് നമുക്ക് പോവാം. അവരെ വിളിക്കണ്ട. കാരണം ഇത് കണ്ടല്ല, അവൻ ശരിയല്ല, അവനെ വല്ല ആപ്പിച്ച് അവൻ ചെയ്യൂല, അവൻ നമുക്കിട്ട് പണിയും. അപ്പോൾ അത്ര കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഒരു കൈ കണ്ടാ മതി. പിന്നെ ക്യാരക്ടർ
നമുക്ക് ഏറ്റവും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരൊറ്റ ലൈൻസ് നോക്കിയാൽ മതി. നമ്മളെ ഹാർട്ട് ലൈൻ, ഹൃദയരേഖ. ഹൃദയരേഖ മാത്രം, ഹൃദയരേഖ നേരെ സ്കെയിൽ വെച്ച് വരച്ച പോലെ വരച്ച് വെച്ചിരിക്കുന്ന ഒരാളിന് അവർ ഓപ്പൺ ഹാർട്ടാണ്, പ്യുവർ ഹാർട്ടാണ്. അവരെ 100% വിശ്വസിക്കാം. ഹൃദയരേഖ പാമ്പ് പോലെ കിടക്കും. അങ്ങനെയൊന്നും കിടക്കുന്നില്ല അവിടെ, അങ്ങനെ നോക്കിയൊന്നും വേണ്ട. പാമ്പ്. പിന്നെ എൻ്റെ അവിടെ വന്നിരുന്നപ്പോൾ തന്നെ നിങ്ങളെ കൈയൊക്കെ ഞാൻ കണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹാർട്ട് ലൈൻ ചെറിയ വളവ് അവിടെ കിടക്കുന്ന അത് ഇതിൻ്റെ വളവല്ല, പാമ്പ് പോലെ കിടക്കണല്ല. പാമ്പ് പോലെ വളഞ്ഞു കിടക്കണവരെ സ്വപ്നത്തിൽ പോലും വിശ്വസിക്കില്ലെന്നാണ്. സ്വപ്നത്തിൽ വരെ വിശ്വസിക്കാൻ കൊള്ളില്ല, അല്ലാതെ ഉണർന്നിരിക്കുമ്പോൾ പോട്ട് അവർ ചതിക്കും. അതുപോലെ നമ്മളെ പെരുവിരല്, ഈ ഒരൊറ്റ വിരല് കണ്ടാൽ മതി നമുക്കൊരാളിനെ മനസ്സിലാക്കാൻ പറ്റും. തമ്പ്, ഈ വിരൽ ഇങ്ങനെ നൂത്ത് വയ്ക്കുമ്പോൾ നല്ല നിവർന്നിരിക്കുന്ന ഒരാള്, അവര് നമുക്ക് 100% വിശ്വസിക്കാം. 2 പെരുവിരല് ചെറുതായി പോവും. മറ്റ് വിരലുകളെല്ലാം നല്ല നീളമുള്ള നല്ല വിരൽ, പെരുവിരൽ മാത്രം ചെറുതായി പോകും. മറ്റ് വിരലുകൾക്ക് സമമായി പെരുവിരലും ഇരിക്കണം. ചില പെരുവിരല് ചെറുതായി പോകും, മറ്റ് വിരലുകളെല്ലാം നല്ല നീണ്ട് നല്ല നിവർന്നിരിക്കും, പെരുവിരൽ ചെറുതായി പോകും. അവൻ ബുദ്ധിയില്ലാത്തവനാണ്, അവിവേകിയാണ്. അവിവേകി എന്ന് പറഞ്ഞാൽ അവൻ പെട്ടെന്ന് എടുത്തു ചാടി പ്രവർത്തിക്കും. ഗദാരൂപത്തില് പെരുവിരലിരിക്കും, പെരുവിരലും അല്ല ഗദ പോലെ ഇരിക്കും ചുരുങ്ങി. ഈ പെരുവിരൽ ഗദാരൂപത്തിൽ ഇരിക്കുന്നവൻ്റെ കൂടി കൂടുതൽ ഉടക്കാൻ പോവില്ലേ. അവൻ ക്രിമിനലാണ്. അവന് ദേഷ്യം വന്ന് അവൻ കിട്ടിലെടുത്ത് തലയടിച്ച് കളയും, അടിച്ച് പൊട്ടിച്ച് കളയും, കൈ കത്തിയെടുത്ത് കുത്തിക്കളയും. നിങ്ങൾ ജയിലിൽ കിടക്കുന്ന ഈ കൊലപാതകം ചെയ്തിട്ട് കിടക്കുന്ന പല ആളുകളെ നോക്കുമ്പോഴും കാണാൻ ഗദാരൂപത്തിൽ പെരുവിരൽ കാണും. അപ്പൊ നമുക്ക് എന്ത് ഒരാളിൻ്റെ കൂടി സഹകരിക്കുന്നതിൻ്റെ കൂടി അവൻ്റെ കൂടി അവൻ എല്ലാം ചീത്ത വിളിച്ചാൽ നമ്മൾ ചിരിച്ചോണ്ടങ്ങ് പോയാൽ മതി. ചുമ്മാ അവിടെ വയലന്റ് ആയിട്ട് വല്ലവിടെ തള്ളിയടിച്ചെന്ന് നല്ല പ്രശ്നം ഉണ്ടാക്കണേ കലമിണ്ടാതെങ്ങ് പോയാൽ പോയി. അപ്പൊ ഇത് കണ്ടാൽ നമുക്ക് അവനെ അതനുസരിച്ച് ആ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ. അവൻ ഗദാരൂപത്തിൽ ഇരിക്കുന്നവനാണ്. പിന്നെ ഈ വിരല് ചെറുതായിരിക്കും, ഈ ചെറിയ വിരലായിരിക്കും, പെരുവിരല് ചെറുതായിരിക്കും. നല്ല സൈസും ഭയങ്കര വില്ലനും ഭയങ്കര വണ്ണം ഉള്ളവനും കണ്ടാൽ തന്നെ നമ്മൾ പേടിച്ചു പോകും, മസിലൊക്കെ കാണും. അവൻ്റെ കൂടി എന്താ പോടാ എന്ന് പറഞ്ഞാൽ അവൻ ഓടും. മനസ്സിലായി? വിരല് ചേർന്ന് ഒരു അവിവേകമാണ്, ഒരു മേടിച്ചു പോകും, പെട്ടെന്ന് ഓടിപ്പോകും. കണ്ട ഭയങ്കര സൈസും ഭയങ്കര തടിയൊക്കെ കാണും. ഈ പെരുവിരൽ നല്ല ഇതായി ഗദാരൂപത്തിലിരിക്കുകയും അതുപോലെ ഇരിക്കുന്നവനാണെങ്കിൽ സ്കെൽറ്റായിരുന്നാൽ പോലും അവൻ പോകില്ല, അവൻ വെട്ടിപ്പിരുത്തിട്ടേ പോവുള്ളൂ. നമ്മൾ ചോദിക്കാം അവൻ ഈ പെൻസിൽ പോലെ ഇരിക്കുകയല്ലേ എന്ന് വിചാരിക്കും. നിങ്ങൾ ഇവിടുത്തെ ഗുണ്ടകളെ എവിടെ വേണോ നിങ്ങൾ നോക്കിക്കൊള്ളുക. എല്ലാം പെൻസിൽ പോലെ, ഈ തടിയന്മാരൊന്നും ഗുണ്ടകളാവാൻ പറ്റില്ല. എവിടെയെങ്കിലും കൊണ്ട് നിർത്താന്നേ ഉള്ളൂ, മറ്റേ കൊണ്ട് നിർത്തിക്കാൻ പറ്റും, ആളെ പേടിപ്പിക്കാൻ വേണ്ടി ഇവിടെ നിർത്തിക്കാൻ പറ്റും, അല്ലാതെ ഒരു ഗുണവുമില്ല. അതെന്തെന്ന് വെച്ചാൽ അവന്റെ കയ്യിൽ ഇങ്ങനെ വലിച്ചു വെച്ചിരിക്കുകയാണ്. അവന് അവിടെ ശരീരമല്ല വേണ്ടത്, അവന്റെ ധൈര്യം. മറ്റവന് ധൈര്യമില്ല, സൈസൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്, ധൈര്യമില്ല. കത്തിയൊക്കെ ഇങ്ങനെ എടുത്താൽ മതി ഓടി തെറിപ്പിച്ചാളായി. ഞാനൊരു ചോദ്യം ചോദിച്ചത് ചിലപ്പോൾ സില്ലി ആയിരിക്കും. നമ്മളൊക്കെ ഇങ്ങനെ ചെറുപ്പത്തിലേ പറയില്ലേ ഇവിടുത്തെ ഈ വര കണ്ടിട്ട് എത്ര കുഞ്ഞുങ്ങളുണ്ടാവും, കുഞ്ഞുങ്ങൾ എത്ര എണ്ണം ഉണ്ടാവും. കയ്യില് നമ്മളെ അണി വിരലിന്റെ നേരെ താഴെ ഭാഗത്ത് കിടക്കുന്നത് വിഭാഗരേഖയാണ്. ഈ നമ്മളെ ഈ വിരലിന്റെ നേരെ ഈ കിടക്കുന്നത് ഈ വിഭാഗരേഖയാണ്. സന്താന രേഖ ഇപ്പുറത്ത് കിടക്കണതാണ്, ചൊവ്വ മണ്ഡലത്തിലെ സൈഡ് പാർശ്വഭാഗത്ത് കിടക്കുന്നതാണ്. അത് നമ്മൾ ഈ വിരലിന്റെ താഴ് ഭാഗത്ത് സന്താന രേഖയായിട്ട് കാണും. അതിലെ 2 കൈയിലും എത്ര രേഖ നല്ല തെളിഞ്ഞു കിടക്കുന്നുവോ അത്രയും മക്കളുണ്ടാവും. മനസ്സിലായില്ല? അത്രയും നല്ല സന്താനം ഉണ്ടാവും. രേഖ ചിലപ്പോൾ ഒരുപാട് കുറെ രേഖകൾ കാണും, അത്രയും മക്കളൊന്നും ഉണ്ടാവില്ല. എത്ര സൽസന്താനം ഉണ്ടാവും എന്ന് എഴുതി വെച്ചിരിക്കും. അതുപോലെ വിവാഹ രേഖ ചില കൈകളിൽ കൂടുതൽ കാണും. മനസ്സിലായില്ലേ? ചിലർക്ക് 2 രേഖ ഒരേ വലിപ്പത്തിൽ 2 രേഖ ഉണ്ടായിരുന്നാൽ 2 കല്യാണം നടക്കും. ഒരു രേഖ നല്ല സ്ട്രോങ് ആയിട്ട് കിടക്കുകയും അടുത്ത രേഖ ചെറിയ ഒരു രേഖയും കിടക്കുകയാണെങ്കിൽ അവൾ ഒരുത്തരെ തേച്ചിട്ട് പോകും. മനസ്സിലായില്ലേ? കല്യാണം എന്നേ ഉള്ളൂ. അതിവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. നമുക്കറിയാം, നല്ല ചില കൈകൾ കാണുമ്പോൾ നല്ല ഇസ്തിരി പറ്റിയായിട്ടാണ് വന്നു. നമുക്ക് മിണ്ടാതെ ഇരിക്കാൻ പറ്റുമോ? നമ്മളെ കൈ കൊണ്ട് നമുക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ 4 തേച്ചല്ലേ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പക്ഷെ കയ്യിലറിയാം. അതാണ് നമ്മുടെ കയ്യിരിപ്പ് എല്ലാം കയ്യിൽ വരും. നമ്മളെ കയ്യെ മുമ്പ് കിട്ടിയാൽ ഇവർ ആരാണ്
മനസ്സിലായി? ഇതെല്ലാം ദൈവം എഴുതി ഇങ്ങനെ കയ്യിൽ വെച്ചിരിക്കുക. അവരൊക്കെ അതേ ചെയ്യാൻ പറ്റുള്ളൂ, അവരെ കുറ്റമല്ല, ആളിന്റെ കുറ്റമല്ല, അവരെ കയ്യിരിപ്പതായിപ്പോയി, കയ്യിൽ വരച്ചതായിപ്പോയി. അതാണ് കയ്യിൽ ഇരിക്കുന്നത്, അതാണ് കയ്യിരിപ്പെന്ന് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറയാം അവന്റെ കയ്യിരിപ്പ് അങ്ങനെയാണ്, അവന്റെ എവളെ കയ്യിരിപ്പ് ഇങ്ങനെയാണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കയ്യിൽ എഴുതി വെച്ചതാണ്. അപ്പൊ ഇതുപോലെ തന്നെ ഞാൻ നെഗറ്റീവ് ഇതിനെ കുറിച്ചാണ് നേരത്തെ പറഞ്ഞ കറുത്ത പുള്ളി. ഇതുപോലെ വെളുത്ത പുള്ളി വരും എല്ലാ ഭാഗങ്ങളിലും, ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം വെളുത്ത പുള്ളി വരും. വെളുത്ത പുള്ളി ശരിക്കും ചൂണ്ടുവിരലിന്റെ താഴെ ഭാഗത്ത് വന്നാൽ അവന് അപ്രതീക്ഷിത ധനം വരാൻ പോവുകയാണ്. അവിടെ കയ്യില് വീണ്ടും പറഞ്ഞുതരാം, ചൂണ്ടുവിരലിന്റെ താഴെ വെളുത്ത പുള്ളി വരികയും അവിടെ സ്ക്വയർ അടയാളം, അതായത് ചതുരം വരികയും ചെയ്താൽ വെളുത്ത പുള്ളിയെ വലയം ചെയ്ത് ചതുര അടയാളം വരികയും ചെയ്താൽ നിങ്ങൾക്ക് ലോട്ടറി അടിക്കും. അത്ര അക്യുറേറ്റ് ആയിട്ടൊക്കെ അറിയാൻ പറ്റുമോ? ഞാൻ അതുകൊണ്ട് ഇന്നും വരെ ലോട്ടറി എടുത്തിട്ടില്ല ജീവിതത്തിൽ, വന്നിട്ടില്ല, ഇതുവരെ രേഖ വന്നില്ല. മനസ്സിലായില്ലേ? എല്ലാവരും പറയും ക്ഷേത്രത്തിൻ്റെ അടുത്ത് പോകുമ്പോഴൊക്കെ പോകും, സാറേ ലോട്ടറി കൊണ്ടുവച്ചിട്ട് ഒരു ലോട്ടറി എടുക്കണം. ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ലോട്ടറി എത്ര രൂപയാണ്, ചിലർ കാണുമ്പോൾ പാവങ്ങൾ ജീവിക്കാൻ വേണ്ടിയാണ് എന്ന് പറയും. എത്ര രൂപയാണ് ലോട്ടറി? 100 രൂപ, 50 രൂപ. ഞാൻ 100 രൂപ കൊടുത്തിട്ട് നിങ്ങൾ ഈ ലോട്ടറി അമ്മ എന്നെ വെച്ചോളൂ, കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എടുത്തോളൂ. എനിക്ക് ലോട്ടറി യോഗമല്ല, എനിക്ക് അതുകൊണ്ട് ഇത് എടുത്താലും കാര്യമൊന്നുമില്ല, ഞാൻ ഇതിനെ കൊണ്ടുവന്ന് വെച്ചാൽ എനിക്ക് കാര്യമില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് യോഗം ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോളൂ, ഞാൻ പൈസ കൊടുക്കും. ഞാൻ ഇന്ന് വരെ എടുത്തിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് നോക്കും രേഖ വരെയെല്ലാം ചെയ്യണമെന്ന്. നമുക്ക് അറിയാവുന്ന സ്ഥിതിക്ക് വന്നിട്ടെടുത്താൽ പോരെ. ശരിയാണ്. നമുക്ക് ദൈവം നമുക്ക് അറിഞ്ഞൂടെങ്കിൽ അറിയാത്തവർ ഇങ്ങനെ ലോട്ടറി എടുക്കെടുക്കെടുക്ക് പോവും, അടുത്തൂടി പോവും. ലോട്ടറി തന്നെ ഒരു ചതിയനാണ്. എന്ത് ചെയ്യുന്നറിയാമോ? ഇടയ്ക്കിടയ്ക്ക് ഒരു 50 രൂപ 25 രൂപ കൊടുക്കും, പ്രോത്സാഹിപ്പിച്ചു കളയും. മനസ്സിലായി? 100 രൂപ കൊടുക്കും. ചിലപ്പോൾ അടുത്ത നമ്പർ വരെ വരും. നമ്മളെ നമ്പർ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ അടുത്ത നമ്പർ വരെ വരും. 2 നമ്പർ കൂടി ഒക്കെ ഇറങ്ങി പറ്റുക, പിന്നെ അവ എടുക്കും. പക്ഷെ അവന് യോഗമില്ല. ഞാൻ എത്രയോ പേരെ ലോട്ടറി ലക്ഷണം കണ്ടിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട് അവർക്ക്. പക്ഷെ നമുക്ക് യോഗം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എടുക്കില്ല. അപ്പൊ നമുക്ക് യോഗമുണ്ട്, അപ്പോൾ ലോട്ടറി വരെ അടിക്കും. അതുപോലെ ശനിമണ്ഡലത്തിൽ വെളുത്ത പുള്ളി വരികയാണെങ്കിൽ കേസോ വഴക്കോ പ്രശ്നങ്ങളോ, നമുക്ക് കേസ് ഇങ്ങനെ കാലങ്ങളായി നടന്നു പോയിക്കൊണ്ടിരിക്കുന്നവര്, ചിലർക്ക് ഡൈവേഴ്സ് കേസ് നീണ്ടു പോകും, ചിലർക്ക് മറ്റേ ഭൂമിയായി ബന്ധപ്പെട്ട കേസ്, ഇതെല്ലാം സോൾവ് ചെയ്യാൻ പോകണം. അതെല്ലാം ഇപ്പം അതുവരെ ഒഴിയില്ല, ഞാൻ പോവില്ല, ഞാൻ അവളെയും കൊണ്ടേ പോവുള്ളൂ, അവള് ജീവിക്കണ്ട, ഞാൻ കെട്ടിയാൽ ഞാൻ ഒഴിഞ്ഞു കൊടുത്ത് അവള് വേറെ കെട്ടും, അങ്ങനെ അവള് ജീവിക്കണ്ട, അങ്ങനെ അവള് സൂഹിക്കണ്ട. ഇവർക്ക് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നിനും ഒരു കുറവുമില്ല ഇവനെ. അപ്പൊ പിന്നെ ഇപ്പൊ ഇവളെ ഒഴിഞ്ഞു കൊടുത്തിട്ട് വേറെ കാര്യമൊന്നുമില്ലല്ലോ, എവക്ക് വേറെ ഓപ്ഷൻ ഇല്ല, ഇത് കെട്ടിയാലേ രക്ഷപ്പെടാം, അപ്പൊ ഇവള് കെട്ടരുത്, ഇവള് രക്ഷപ്പെടരുത്, ഇവള് സന്തോഷിക്കണ്ട. അങ്ങനെ വെച്ചിട്ട് നീട്ടിക്കൊണ്ട് പോകണവർ വരെ തരും, പെട്ടെന്ന് തരും. അതുപോലെ സൂര്യമണ്ഡലത്തില് വെളുത്ത പുള്ളി വന്നാൽ പ്രശസ്തി ഉണ്ടാവാൻ പോകുന്നു. നിങ്ങൾ ഫേമസ് ആവും, അവാർഡുകളോ അംഗീകാരങ്ങളോ അറിയാതെ പ്രതീക്ഷിക്കാതെ കിട്ടും. അതുപോലെ ബുധമണ്ഡലത്തില് വെളുത്ത പുള്ളി വന്നാൽ ജോലി ഉറപ്പ്. നിങ്ങൾക്ക് ഇതാ ജോലി കിട്ടാൻ പോകണം. ഉദ്യോഗത്തിൽ ഇരിക്കുന്നതാണെങ്കിൽ പ്രൊമോഷൻ കിട്ടും, അല്ലെങ്കിൽ ഇൻക്രിമെന്റ് കിട്ടും. ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടും. പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. മറ്റേ നേരത്തെ പറഞ്ഞ പോലെ റിസൾട്ടിനെ വരെ ബാധിക്കും. നല്ല പഠിക്കുന്ന കുട്ടി തോറ്റു പോകും, നമ്മൾ ജോലി നഷ്ടപ്പെട്ടതുപോലെ. ചൊവ്വയിൽ വെളുത്ത പുള്ളി വന്നാൽ ഭൂമി വരും, ഒന്നുമില്ലെങ്കിൽ വീട്ടുകാരെങ്കിലും എഴുതിത്തരും, നമ്മളെ പേരിൽ ഭൂമി വരും. ചന്ദ്രനിൽ വെളുത്ത പുള്ളി വന്നാൽ വാഹനം, വീട്, ഒന്നീ വാഹനം വാങ്ങും അല്ലെങ്കിൽ വീട് വരും. ശുക്രനിൽ വെളുത്ത പുള്ളി വന്നാൽ ശുക്രനിൽ വെളുത്ത പുള്ളി വരികയും അതുപോലെ ആ വെളുത്ത പുള്ളിയെ നേരത്തെ ഞാൻ വ്യാഴനിൽ പറഞ്ഞ പോലെ ചതുരം, ആ പുള്ളി ചതുരത്തിനുള്ളിൽ വരികയും ചെയ്താൽ കീർത്തിമതിയോ ധനാട്യയോ പ്രശംസനീയമായവളോ ഭാര്യയായി വരും, അല്ലെങ്കിൽ കീർത്തിമാനോ ധനാട്യനോ പ്രശംസനീയമായവനോ ഭർത്താവായി വരും. അങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്ന് കെട്ടിക്കൊള്ളണം. പിന്നെ പ്രശംസിക്കപ്പെടുന്ന ഒരുത്തം വന്നിരിക്കണം, അവൻ പോയില്ലേ, പിന്നെ ഈ പുള്ളിയെ കഴിഞ്ഞു പോകും, കൊടുക്കാൻ പണിയായി പോകും. അപ്പൊ നമുക്ക് മുന്നറിയിപ്പ് തന്നിരിക്കുക. അപ്പൊ അവർക്ക് ആരെ പ്രേമിച്ചാലും ആ സമയത്ത് ആര് വന്നാലും നല്ലതേ വരുള്ളൂ, ദൈവം നല്ലതിനെ കൊണ്ട് തരുവുള്ളൂ. മനസ്സിലായില്ല? അപ്പൊ അത്രയ്ക്ക് നമുക്ക് മുന്നറിയിപ്പ് തരുന്ന വേറെ ഒന്നിലൂടെ നമുക്ക് അറിയാൻ പറ്റൂല. നമ്മളൊരു ജാതകം എഴുതി കൊണ്ടുവച്ചിരിക്കുന്നു വീട്ടില്, ഈ ജാതകത്തിൽ ഇങ്ങനെ വല്ല പേർക്ക് നോക്കിയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവൂ? ഒന്നും മനസ്സിലാവൂല.
ചിലപ്പോൾ ചില ജാതകങ്ങൾ എഴുതിയ ജോത്സ്യന് തന്നെ അത് വായിക്കാൻ പറ്റൂല. പിന്നെ അല്ലേ വീട്ടിലുള്ളവർ വായിക്കുന്നത്. ഇപ്പോഴും പിന്നെ ഓലയൊന്നും ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. മനസ്സിലായില്ലേ? പല ഓലകൾ പണ്ടെഴുതിയ ആളുകൾ ഓല എടുത്തുകൊണ്ട് എന്നെ കൺസൾട്ട് ചെയ്യാൻ വരും. ഞാൻ ശരിക്കിരുന്ന് വേർത്തിട്ടുണ്ട്. തമാശ വായിച്ചെടുക്കണ്ടേ? ഇപ്പൊ വന്നിട്ടൊരു ഓലയെ കൊണ്ട് തന്നിട്ട് എന്റെ സമയം ഇപ്പൊ എങ്ങനെയാണെന്ന് ചോദിക്കാൻ വേണ്ടി വരികയാണ്. കയ്യും കാലും ഒന്നും കാണിക്കുന്നില്ല, ഓല നോക്കാൻ വേണ്ടി വന്നത്. ഞാൻ ഈ ഓല എടുത്ത് അവരെ നോക്കി ലെൻസ് വെച്ച് നോക്കി എന്ന് നോക്കിയിട്ട് ഒന്നും കാണാനില്ല. അതും പണ്ടത്തെ എഴുത്ത്. ഇതിൽ പലതും അഴിഞ്ഞു പോയി, പല ഓലകളും ചെത്തുപോയി, പല ഓല ഇല്ല. പിന്നെ ചില ഓല എല്ലാം നോക്കി വരുമ്പം 102 വയസ്സായി. ഞാൻ കേട്ടി അയ്യോ ഇത് എൻ്റെ അപ്പൂപ്പൻ്റെ ആണെന്ന്. ഇത്രയും സമയം ഞാൻ നോക്കിയത്, ഇത്രയും സമയം മെനക്കെട്ടിരുന്ന് ഈ ഇത്രയും ഓല തപ്പിയത് വെറുതെ ആയി. കൊണ്ടുവന്ന മോള് പറയാണ് ഇതാ കൊണ്ടുവന്നത്, അത് എൻ്റെ അപ്പൂപ്പൻ്റെ ഓലയാണ്, എല്ലാം കൂടി ഒരുമിച്ച് വെച്ചിരുന്നു. എനിക്ക് വട്ടായി പോകും. അവിടെ വെളിയിൽ വേറെ ആളുകൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു, ഇവരെ ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മളൊന്ന് വല്ലാത്ത അവസ്ഥയിലാവും. എന്നാലും അവരെ മുമ്പ് ചിരിച്ചോണ്ടിരിക്കാനേ വഴിയുള്ളൂ. മനസ്സിലായില്ലേ? സങ്കടം വരും മനസ്സിൽ, നമുക്ക് ഭയങ്കര വിഷമം വന്നു പോകും. പിന്നെ എടുത്തിട്ട് നോക്കുമ്പം ആ വന്നിരിക്കുന്നവരെ പോലും അല്ല, വീട്ടിലുള്ളവരും അല്ല, പണ്ട് മരിച്ചുപോയി അപ്പൂപ്പന്റെ ഓല എടുത്തോണ്ടാണ് വന്നത്. അതാണ് ഇരുന്ന് പഠിച്ചോണ്ടിരുന്നത് ഇത്രയും സമയമായിട്ട്. അപ്പൊ ഇങ്ങനെ കൊണ്ടുവരുന്ന ഓല വായിക്കാൻ നമ്മൾ എഴുതിയവന്റെ കൈ കൊണ്ട് കൊടുത്താൽ പോലും വായിക്കാൻ പറ്റൂല. അപ്പൊ അതൊക്കെ നമുക്ക് തപ്പിയെടുത്താലും കയ്യ് നമുക്ക് ഇത്രയും, ഞാൻ ആ കയ്യെ കുറിച്ച് പറഞ്ഞു വരുമ്പം അത്രയും കറക്റ്റായി. പിന്നെ നമ്മളിപ്പം ഇവിടം വിട്ട് വേറെ രാജ്യത്തേക്ക് കൺസൾട്ട് ചെയ്യാറുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ പോകുമ്പം നമ്മളെ കേരളത്തിൽ തന്നെ ഈ കറക്റ്റ് ജാതകമൊക്കെ ഉള്ള കുറച്ചുപേരേ ഉള്ളൂ. മറ്റ് മതസ്ഥർക്ക് ജാതകമൊന്നുമില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ നമ്മളെടുത്ത് പറഞ്ഞ, ഞാൻ എൻ്റെ ഓഫീസിൽ ഒരു ദിവസം 25 പേർക്കാണ് അപ്പോയിൻമെന്റ് കൊടുക്കണേ. ഇതില് ഒരു 10 പേരോ അല്ലെങ്കിൽ 12 പേരോ, മാക്സിമം പോയാൽ 15 പേരോ ആണ് ഹിന്ദുക്കൾ വരണേ. ബാക്കി 10 പേരും ക്രിസ്ത്യാനി മുസ്ലിംസുമാണ്. എന്തിന് എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനി മുസ്ലിം വേണമെന്ന് വെച്ചാൽ അവർക്ക് ജാതകവും വേണ്ട, നാളും വേണ്ട, ഒന്നും വേണ്ട, ഈ കയ്യും കൊണ്ട് ഇനി വന്നാൽ മതി. അപ്പോൾ അവർ എന്നെ ചിലപ്പം വിളിച്ചിട്ട് അപ്പോയിൻമെൻ്റ് എടുക്കാൻ, സാറേ എനിക്ക് ഡേറ്റ് ഓഫ് ബർത്തോ സമയമോ ജാതകമോ ഒന്നുമില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം, അപ്പം ഞങ്ങൾ എന്ത് കൊണ്ടുവരും? ഒന്നും കൊണ്ടുവരണ്ട, കൈ മറന്നു പോകല്ലേ. മനസ്സിലായി? ബാക്കിയൊക്കെ മറന്നു പോയാലും കുഴപ്പമില്ല, കൈ മറന്നു പോയാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ കൈ മാത്രം കറക്റ്റ് കഴുകി കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ ഈ കൈ കിട്ടിയാൽ നമുക്ക് ജാതിയോ മതമോ ഒന്നും വേണ്ട. നമ്മൾ ഈ കാര്യങ്ങളെല്ലാവർക്കും കല്യാണ സമയമായോ, ജോലിക്ക് സമയമായോ, പഠിത്തത്തിന് എങ്ങനെ, ഏത് മേഖലയിൽ പിള്ളേരെ തിരിച്ചു വിടണം, ഏത് മേഖലയിൽ അവർ പോയാൽ സക്സസ് ആവും, ഇങ്ങനെ എല്ലാം പിള്ളേരെ തിരിച്ചു വിടുന്നതിലാണ് നമുക്ക് ഏറ്റവും വലിയ ഗുണം. അടുത്തൊരു തലമുറ. പിന്നെ നമ്മൾ ഏകദേശം പരിവായി. മനസ്സിലായില്ലേ? ഇനിയിപ്പം 3 വെള്ളിയാഴ്ച കൂടി പോയാലായി, പോയില്ലെങ്കിലായി. പക്ഷേ പിള്ളേരങ്ങനെയല്ല, അവർ ഒന്നും ആയില്ല. അവരെ നമുക്ക് വഴി തിരിച്ച് അവരെ ഒരു സമയം പോലും വേസ്റ്റ് ആവാതെ അവരെ ഒരു വഴിയിലേക്ക് കറക്റ്റ് റൂട്ട് മാപ്പിലൂടെ വിടുകയാണെങ്കിൽ അവർ സക്സസ് ആവും. ഞാൻ നോക്കിയെടുത്തോളം എല്ലാ പിള്ളേരും ബുദ്ധിയുള്ള പിള്ളേരാണ്. പിന്നെ എന്തെങ്കിലും ബുദ്ധി മോശത്തോടുകൂടി വരണവരുണ്ട്, അത് നമുക്ക് എല്ലാവർക്കും ഓരോ ഡിഫക്റ്റ് ആയിട്ട് വരുമല്ലോ. ചിലർക്ക് കാഴ്ചയ്ക്ക് കുറവുള്ളവരുണ്ട്, കേൾവി കുറവുള്ളവരുണ്ട്, അതുപോലെ ബുദ്ധി കുറവും ഉള്ളവരുണ്ടാവാം. അല്ലാതെ പറഞ്ഞ പിള്ളേർക്കെല്ലാം ബുദ്ധിയുണ്ട്. ആ ബുദ്ധി ഏത് വഴിയിൽ തിരിച്ചു വിടണമെന്ന് അവരെ ആ ബുദ്ധി പ്രയോഗിക്കത്തക്ക വഴി പേരൻസിന് അറിഞ്ഞുകൂടാ. ചില പിള്ളേർക്ക് അടങ്ങിയിരുന്ന് പുസ്തകം എടുത്തു വെച്ച് ഇങ്ങനെ കുത്തിയിരുന്ന് പഠിക്കാനല്ല അവരെ ബുദ്ധി. അവരങ്ങനെ കുത്തിയിരുന്ന് പഠിക്കാൻ അവരെ കൊണ്ട് പറ്റൂല. അവർ വളരെ ഐഡിയ ഉള്ളവരാണ്. അവർ ബാക്കി കാര്യങ്ങളൊന്ന് പൊളിക്കാനോ, ഒന്ന് പറക്കാനോ, മറ്റോ ചെയ്യാനോ, മറിച്ച് ചെയ്യാനോ, ഗെയിംസിനോ, ആ രീതിയിലായിരിക്കും അവർക്ക് ബുദ്ധി. ആ ബുദ്ധിയിലേക്ക് അവരെ തിരിച്ചു വിടണം. ഇത് കണ്ടാൽ ഒന്ന് അപ്പുറത്തെ കുത്തിയിരുന്ന് പഠിക്കണു, അവനിതാ 95 കിട്ടി, അല്ലെങ്കിൽ 99 കിട്ടി, അവനെ നീ കണ്ടോടാ എന്ന് വെച്ചാൽ അവനെ എങ്ങനെ കാണാൻ പറ്റും? അവൻ്റെ കയ്യും അവനുമായിട്ട് വല്ല ബന്ധമുണ്ടാ? ആളുകൾ കാണുന്നതാണ്. ക്ലാസ്സിൽ തന്നെ കുട്ടികൾ വച്ചിട്ട്, ഞാൻ തന്നെ ഒരു സ്കൂളിൻ്റെ മാനേജറാണ്, ഒരു CBSE +2 സ്കൂളിൻ്റെ മാനേജറാണിപ്പോൾ. അപ്പോൾ അവിടെ കുട്ടികൾ വന്നിട്ട് ഒരു അപ്പുറത്തെ ക്ലാസ്സിലെ കുട്ടിയെ അല്ലെങ്കിൽ ഇപ്പുറത്തെ കുട്ടിയെ വെച്ച് ഞങ്ങൾ അവരോട് വിലയിരുത്താതേ ഇല്ല. നമ്മൾ ആ കുട്ടികളെ ഇത്ര മോശപ്പെട്ട കുട്ടി, ഇപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൾ ആവട്ടെ, നല്ല ഒരു പ്രിൻസിപ്പളാണ്, അവർ അതിനേക്കാൾ മിടിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ ആ കുട്ടികളെ ഇപ്പം തന്നെ 10ാം ക്ലാസ്സിൽ റിസൾട്ട് വന്നു, CBSEയുടെ റിസൾട്ട് വന്നു. റിസൾട്ട് വന്നപ്പോൾ നാട്ടുപ്രദേശത്തെ സ്കൂളാണ്.
മനസ്സിലായില്ലേ? നാട്ടിൻ പ്രദേശത്തെ സ്കൂൾ എന്ന് പറഞ്ഞാൽ ആട്ടോറിക്ഷക്കാരുടെ മക്കള്, തൊഴിലുറപ്പിന് പോണവരുടെ മക്കള്, റബ്ബർ തൊഴിലാളികളുടെ മക്കള്, കാച്ചിമൻ്റെ ഏരിയയിലുള്ളവരുടെ മക്കള്, അതുപോലെ ദളിത് സമുദായത്തിലുള്ളവരുടെ മക്കള് ഒരു വീട്ടിൽ ചെന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഒരു സംശയം ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ അറിയാമെന്നുള്ള അച്ഛനും അമ്മയല്ല. മനസ്സിലായല്ലോ? ആ കുട്ടികളാണ് CBSEക്ക് പഠിക്കുന്നത്. ആ കുട്ടികൾക്ക് വന്ന റിസൾട്ട് 97% റിസൾട്ട്. 97 മാർക്കാണ് ഇന്ന് കിട്ടിയ ഹൈ മാർക്ക്. സിറ്റിക്കകത്ത് സ്കൂളുകളിൽ പോലും ഇല്ല. 42 കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 25 കുട്ടികൾക്ക് 90 മുകളിൽ മാർക്ക്. ഞാൻ പറയണത് അത്ര ബുദ്ധിയുണ്ട് പിള്ളേർക്ക്. ആ ബുദ്ധിയെ പ്ലാൻ ചെയ്ത് അവരെ തിരിച്ചുവിട്ട് അവർക്ക് എന്തിനാണ് കുറവ്, യാതിനാണ് എന്ന് പരിഹരിച്ച് നമ്മൾ ക്ലിയർ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ അവരെല്ലാം മിടുക്കരായി തീരുമെന്നാണ്. അതുകൊണ്ട് മക്കളെ കൊണ്ടുവന്ന് മറ്റു വലിയ സ്കൂളിൽ ചേർത്തത് കൊണ്ട് ഒരു കാര്യമില്ല. നമ്മൾ ഒരിക്കലും വലിയ സ്കൂളിൽ ചേർത്തു, അതുകൊണ്ട് നമുക്ക് പറയാം ആളുകളുടെയൊക്കെ എൻ്റെ ഇന്നൊക്കെയാണ് പൊങ്ങച്ചം പറയാം. പ്രത്യേകിച്ച് സ്ത്രീകൾ പൊങ്ങച്ചം പറയണതിൽ ഏറ്റവും കൂടുതൽ ആണുങ്ങളെക്കാൾ കൂടുതൽ സ്ത്രീകളാണ്. എന്താണെന്ന് വെച്ചാൽ അതിലൊരു കാര്യം, ഭർത്താവിൻ്റെ ശമ്പളത്തെ 2 കൊണ്ട് ഗുണിക്കും, വയസ്സിനെ 2 കൊണ്ട് കരിക്കുകയും ചെയ്യും. ശമ്പളത്തെ 2 കൊണ്ട് ഗുണിക്കുമെന്ന് പറഞ്ഞാൽ ഭർത്താവ് മോശമെന്ന് പറയാൻ പറ്റുമോ ആരോടെങ്കിലും? അപ്പോൾ എൻ്റെ ഭർത്താവ് ഭയങ്കര സംഭവമാണ്. അപ്പോൾ ഭർത്താവിന് ഇപ്പോൾ എത്ര ശമ്പളമുണ്ട്? ഭർത്താവിന് ഇപ്പം കഴിഞ്ഞ വർഷം 1 ലക്ഷം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ 1,20,000. ഇതൊക്കെ കേട്ടിട്ട് അടുത്ത അവരെ പരിപാടിക്ക് പാവപ്പെട്ടവർ 25,000 അടിച്ചു കൊടുക്കും, നോട്ടീസ് രസീത് എഴുതി കൊടുക്കും. എന്തായാലും 1.5 ലക്ഷം ശമ്പളം ഉള്ളവനല്ലേ, ഒരു 25,000 ക്ലബിന് വേണ്ടി കൊടുക്കാൻ. ഇതൊക്കെ ഉടച്ചു നിന്ന് പരിപാടിക്കണേയാണ്. അവന് അപ്പോൾ 50,000 പോലും ശമ്പളം കാണൂല. അപ്പം ഇങ്ങനെ കുറേയൊക്കെ ഇങ്ങനെ അടിക്കും. എല്ലാ സ്ത്രീകളും അങ്ങനെയല്ല. ഈ അധ്വാനിക്കാതെ വീട്ടിൽ ഇരിക്കുന്ന, ഒരു ജോലി ഇല്ലാതെ ഇരിക്കുന്നവർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ജോലി ചെയ്യണവർക്ക് അറിയാമല്ലോ അതിൻ്റെ ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഇതിൽ നിന്ന് എൻ്റെ പൈസ പോയാൽ ഇത് വരും. അവരെന്ത് ചെയ്യും? അവർ മര്യാദയ്ക്ക് ഉള്ള ശമ്പളത്തിനെ കുറച്ച് പറയും. ലോണുണ്ട്, എനിക്ക് അതുണ്ട്, എനിക്ക് അവിടുന്ന് ലോൺ എടുത്തിരിക്കുകയാണ്, വീടിൻ്റെ ലോണുണ്ട്, ഭയങ്കര ടൈറ്റാണ്. നമ്മൾ മനസ്സിലായില്ലേ? അതുകൊണ്ട് അപ്പോൾ 5,000 ഒന്നും പറ്റില്ല. ഇപ്പം ഞാൻ ഒരു 500 നോക്കാം മാക്സിമം. ഭയങ്കര പുരുഷനേക്കാൾ ബുദ്ധിമതിയായിട്ട് ചെയ്യുന്നത് പലയിടത്തും ഞാൻ കണ്ടുള്ള സ്ത്രീകളാണ്. കാരണം അവർ ജോലിക്ക് പോവുകയും പ്രാരാബ്ദം അറിയാവുന്നുള്ള സ്ത്രീകൾ. മറ്റേതൊന്നും അറിഞ്ഞുകൂടാതെ ഒന്നും അറിയാതെ വീട്ടിലിരുന്ന് സുഖമായിട്ട് 4 നേരവും 3 നേരവും എന്നുള്ള 4 നേരവും കഴിച്ചിരിക്കുന്നവർക്ക് ഒന്നും അറിഞ്ഞൂടാ. അവരിങ്ങനെ പൊങ്ങച്ച് ആളാവാൻ വേണ്ടി പാവപ്പെട്ട ജോലിയും കഴിഞ്ഞ് വരുമ്പോൾ അവിടെ പണി കൊടുക്കാൻ വേണ്ടി, ചേട്ടാ ഇന്ന് അവർ വന്നിട്ട് പോയി കേട്ടോ, ഒരു ഇതിൻ്റെ 25,000 ഇത് തന്നിട്ട് പോയി. അപ്പോൾ പറഞ്ഞു എനിക്കൊന്നും പറയാൻ പറ്റില്ല, നമുക്ക് വേണ്ടപ്പെട്ട ആളുകളല്ലേ, എന്തായാലും ഇത് കൊടുത്തേ പറ്റുള്ളൂ. ഞാൻ പലപ്പോഴും അനുഭവിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നെ, മനസ്സിലായി. ഇത് വെളികൾ പറഞ്ഞാൽ നമ്മൾ അനുഭവസ്ഥരായതുകൊണ്ട് പറയണതാണ്. അപ്പം അതുകൊണ്ട് ഈ ഓരോ കാര്യങ്ങൾ കൈക്കുള്ള പ്രത്യേകതയാണ് ഞാൻ ഈ പറഞ്ഞത്. കയ്യെക്കുറിച്ച് പറഞ്ഞാൽ നമുക്ക് ഒരു ദിവസം ഇരുന്ന് പറഞ്ഞാലും തീരൂല. കാരണം അനുഭവങ്ങളുടെ മൊത്തം ഒരു എന്താ പറയും, ഒരു ഗൂഢഭാവമാണ് കയ്യ്. ഇതിലറിയാതെ ഒന്നും വരൂലെന്നാണ്. നമ്മൾ അറിയിക്കാതെ ഒന്നുമേ വരൂല. ഇത്രയും സത്യസന്ധമായിട്ട് വേറെ ഒന്നിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കയ്യും ജാതകവും എടുക്കുമ്പോൾ കയ്യാണ് സത്യം, ഇത് തെറ്റൂല. അതുകൊണ്ടല്ലേ നമ്മൾ ഓരോ ഡോക്യുമെന്റേഷന് ഇന്ന് ബയോമെട്രിക് ടെസ്റ്റ് ഇല്ലാതെ എന്ത് ഡോക്യുമെന്റേഷൻ ഉണ്ട്. ഇന്നൊരു പ്രമാണം എഴുതാൻ പോയാൽ എന്നുവെച്ചാൽ ഒപ്പ് പോലും മാറ്റി കിട്ടികളയും. ഇന്ന് ലോകം മുഴുവനും കയ്യിലെ ബാക്കിൽ നിന്ന് പോവുകയാണ്. ലോകം മുഴുവനും യാതൊരു ഡോക്യുമെന്റേഷനും ഫിംഗർ പ്രിന്റ് എടുക്കണം. നമ്മൾ പണ്ട് എടുത്ത് വെച്ചപ്പോൾ ഇത് കൊള്ളമാണ്, മറ്റേ ഇതൊക്കെ ഒരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയവന്മാർ എല്ലാവരും ഇന്ന് ഇതിൻ്റെ ബാക്കിൽ നിന്നാണ്. അപ്പോൾ അത്ര സത്യമാണ് കൈ. അതെ. അപ്പോൾ ഇത്രയധികം നേരം നമുക്ക് ഹസ്തരേഖാ ശാസ്ത്രത്തെ പറ്റി പറഞ്ഞു തന്നു, രസകരമായി പറഞ്ഞു തന്നു. എന്തായാലും ഇത്രയും അധികം സമയത്തിന് താങ്ക് യു. ഓക്കെ, ഇത്രയും സമയം എന്നെ വിളിച്ച് എന്നെ സഹിച്ചതിന് നന്ദി, നമസ്കാരം.